Hello students, now we move to the proof of theorem 16, and the theorem is about a collection of connected subsets of a space X. The collection is denoted by script C. Script C is a collection of subsets of X. Moreover, each of the members of C are connected subsets of the space X. There is another property also. No two members of script C are mutually separated. Script C il ninnu ഏത് രണ്ട് members നമ്മൾ എടുത്താലും there no two members are mutually separate. ഏത് രണ്ട് എടുത്താലും അവര് mutually separated ആകത്തില്ല എന്നാണ്. No two members are mutually separated. Then we have to prove that separated ആകത്തില്ല ഏത് രണ്ട് പേരെടുത്താലും. Then we have to prove that union of all the elements of this collection. Union of all members of script C. Union C element of script C. C. ഈ കളക്ഷനിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം യൂണിയൻ എടുത്താൽ ആ സെറ്റ് കണക്റ്റഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണിയൻ സി എലമെന്റ് ഓഫ് സി സ്ക്രിപ്റ്റ് സി ഈസ് കണക്റ്റഡ് എന്ന്. ആ സെറ്റിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഈ നെയിം എം ഈക്വൽ ടു യൂണിയൻ സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി സി. എമ്മിന് ഈ സെറ്റിന് നമ്മൾ എം പേര് കൊടുക്കും. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എം ഇസ് കണക്റ്റഡ്. എം കണക്റ്റഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് എം നോട്ട് കണക്റ്റഡ്, നമ്മൾ തർക്കുത്തരം പറയുന്ന പോലെ പറയുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ എം കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുക. എം കണക്റ്റഡ് ആണെന്നാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിച്ചാണ് എന്തെങ്കിലും എറർ ഉണ്ടായാൽ നമ്മളുടെ ഈ വിചാരം കൊണ്ടുണ്ടായ തെറ്റാണ് എന്ന് വിചാരിച്ചോണം. എം കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട സ്ഥാനത്ത് എം നോട്ട് കണക്റ്റഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഒരു സെറ്റ് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് ഇറ്റ് ആസ് ദ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് എം കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ എമ്മിനെ ഇങ്ങനെ എഴുതത്തില്ല. എങ്ങനെയാ? എം ഈക്വൽ ടു എ യൂണിയൻ ബി. എ ഇന്റർസെക്ഷൻ ബി അല്ല നമ്മൾ പറയാതെ എ ബാർ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ആണ് ആദ്യത്തെ ഡെഫിനിഷൻ. വിത്ത് എ നോട്ട് ഈക്വൽ ടു 5, ബി നോട്ട് ഈക്വൽ ടു 5. ഇനി ഇത് തന്നെ ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ്. അപ്പൊ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ടു റൈറ്റ്. നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഇത് ശരിയാകുമ്പോഴാണ് നമ്മൾ നോട്ട് കണക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പകരം പല കണ്ടീഷൻസ് എഴുതാം. അതുപോലെ മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സിന്റെ ഡെഫിനിഷനും നമുക്ക് ഉപയോഗിക്കാം. മ്യൂച്വലി സെപ്പറേറ്റഡിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എ ബാർ ഇന്റർസെക്ഷൻ ബി 5 ആവണം, എ ഇന്റർസെക്ഷൻ ബി ബാറും 5 ആവണം. Then if the set is not connected, then instead of this condition we can say that it can be written as the union of ഇതിന് പകരം ടു മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സ്. രണ്ട് മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് ഇതിനെ എഴുതാം. നോൺ എം ജി, എ ആൻഡ് ബി ആർ നോൺ എം ജി. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും. എം ഇസ് നോട്ട് കണക്റ്റഡ് മീൻസ് എം ഈക്വൽ ടു എ യൂണിയൻ ബി. പല കണ്ടീഷൻസ് എഴുതാം. എ നോട്ട് ഈക്വൽ ടു 5, ബി നോട്ട് ഈക്വൽ ടു 5. ഇതെഴുതാം. എയും ബിയും ക്ലോസ്ഡ് സെറ്റ്സ് ആയിട്ട് എ ഇന്റർസെക്ഷൻ ബി 5 ആയാൽ മതി. എയും ബിയും ഓപ്പൺ ആയിട്ട് എ ഇന്റർസെക്ഷൻ ബി 5 ആയാൽ മതി. ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സിന്റെ ഡെഫിനിഷൻ വെച്ചും നമുക്ക് കണക്റ്റഡ്നെസ് പറയാം. എം ഈക്വൽ ടു എ യൂണിയൻ ബി. എ ആൻഡ് ബി ആർ നോൺ എം ജി ആൻഡ് എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സ് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് ഇങ്ങനെ എഴുതുവാണ്. ഞങ്ങൾ കംപ്ലീറ്റ് എഴുതും. എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സ്. അപ്പോൾ കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. കണക്റ്റഡ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ്, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇഫ് കണക്റ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പോസിബിൾ ടു റൈറ്റ്. സോ വി റൈറ്റ് എം ഈക്വൽ ടു എ യൂണിയൻ ബി ഫോർ ടു ഡിസ്ജോയിന്റ് മ്യൂച്വലി ഫോർ ടു നോൺ എം ജി മ്യൂച്വലി സെപ്പറേറ്റഡ് സബ്സെറ്റ്സ് എ ആൻഡ് ബി ഓഫ് ദ സ്പേസ് എക്സ്. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്ന് കരുതുക. ദെൻ വി ടേക്ക് ആൻ എലമെന്റ് സി ഫ്രം സ്ക്രിപ്റ്റ് സി. കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ദിസ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ് നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊരു സിയെ ഞാൻ എടുത്തു. സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി എടുത്താൽ സ്ക്രിപ്റ്റ് സിയിലുള്ള എല്ലാവരുടെയും കൂടെ യൂണിയനാണ് നമ്മൾ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? സി കണ്ടെയ്ൻഡ് ഇൻ എന്നാണല്ലോ.
സി കണ്ടെയ്ൻഡ് ഇൻ എം. ഈ സി ഉള്ള ഒരു കളക്ഷന്റെ യൂണിയൻ ആണ് എം. അപ്പോൾ ഈ സി ഈ യൂണിയന്റെ സബ്സെറ്റ് ആയിരിക്കും എന്നുള്ളത്. സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എം. പക്ഷെ നമ്മളിപ്പോൾ എം ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് എഴുതിയേക്കുക. അതിന്റെ അർത്ഥം സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എം. ഇപ്പോൾ എ യൂണിയൻ ബി, എം ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി. സോറി, സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ആൻഡ് സി ഈസ് കണക്റ്റഡ്. സി കണക്റ്റഡ് എന്താ നമ്മുടെ കഴിഞ്ഞ തിയറം പറയുന്നത്? സി കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ഫോർ എ കണക്റ്റഡ് സെറ്റ് സി മീൻസ് either സി കണ്ടെയ്ൻഡ് ഇൻ എ or സി കണ്ടെയ്ൻഡ് ഇൻ ബി. ഇത് സിംപ്ലൈസ് ബൈ ലാസ്റ്റ് തിയറം. കഴിഞ്ഞ തിയറം തൊട്ട് തിയറം 15 തൊട്ട് എല്ലാം കണക്റ്റഡ് ആണ്. സി കണ്ടെയ്ൻഡ് ഇൻ എ ഓർ സി കണ്ടെയ്ൻഡ് ഇൻ ബി. സി എയിലോ സി ബിയിലോ ആകാം. ഇതെന്താ? സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്ന കളക്ഷനിലെ ഒരു സി എടുത്തപ്പോൾ ഉള്ള അവസ്ഥയാണ് സി കണ്ടെയ്ൻഡ് ഇൻ എ ഓർ സി കണ്ടെയ്ൻഡ് ഇൻ ബി. ഇവിടെ ഒത്തിരി പേരുണ്ട്. കളക്ഷൻ ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ്. അങ്ങനെ ആരൊക്കെ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ് ഉണ്ടോ അവരെയൊക്കെ സിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതിലൊരു സിക്കാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് സിന്ന് വേറൊരു മെമ്പർ എടുത്താൽ സി കണ്ടെയ്ൻഡ് ഇൻ എ ഓർ സി കണ്ടെയ്ൻഡ് ഇൻ ബി എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സെയിം പോസിബിലിറ്റി ഹോൾസ് ഫോർ ഓൾ സി എലമെന്റ് ഓഫ് സി. സി കണ്ടെയ്ൻഡ് ഇൻ എ എന്നാണെങ്കിൽ സി സ്ക്രിപ്റ്റ് സിയിലെ എല്ലാവർക്കും സി കണ്ടെയ്ൻഡ് ഇൻ എന്നായിരിക്കും. സി കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് കിട്ടുന്നെങ്കിൽ സ്ക്രിപ്റ്റ് സിയിലെ എല്ലാവർക്കും സി കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് കിട്ടും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെയിം പോസിബിലിറ്റി, ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് പറഞ്ഞു. ദിസ് ഈസ് പോസിബിലിറ്റി 1, ദിസ് ഈസ് പോസിബിലിറ്റി 2 ഫോർ എ മെമ്പർ ഓഫ് സ്ക്രിപ്റ്റ് സി. അതിൽ ആ പോസിബിലിറ്റിയിൽ ഒരേ എണ്ണമാണ് സി കണ്ടെയ്ൻഡിനെ ഒരാൾക്ക് സംഭവിച്ചാൽ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഫോർ ഓൾ സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി വി ഹാവ് ദ സെയിം പോസിബിലിറ്റി എന്നാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് എന്നാ ചെയ്യണ്ടേ? സെയിം പോസിബിലിറ്റി ആണോ എന്നറിയാൻ വേറെ ഒരാളെ കൂടെ എടുത്തു. അപ്പോൾ നമ്മൾ സിയും ഡിയും സ്ക്രിപ്റ്റ് സിയിൽ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് സി കണ്ടെയ്ൻഡ് ഇൻ എയും നമുക്ക് സെയിം പോസിബിലിറ്റി ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡി കണ്ടെയ്ൻഡ് ഇൻ ബിയും ആണ് എന്ന് കരുതുക. ഇഫ് സി കണ്ടെയ്ൻ, ഇവിടുത്തെ നമ്മുടെ ഒരു അസംഷനാണ്. സെയിം പോസിബിലിറ്റി വേണമെന്ന് പ്രൂവ് ചെയ്യാൻ സെയിം പോസിബിലിറ്റി അല്ല എന്ന് നമ്മൾ വിചാരിക്കും. സി കണ്ടെയ്ൻഡ് ഇൻ എയും ഡി കണ്ടെയ്ൻഡ് ഇൻ ബിയും ആണ്. ഡി എന്ന് വെറുതെ പേര് വിളിച്ചെന്നുള്ളൂ കേട്ടോ. സ്ക്രിപ്റ്റ് സിയിലെ ഒരാൾ തന്നെയാണ്. സ്ക്രിപ്റ്റ് സി ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ്. അതിലൊരെണ്ണം സി, വേറൊരെണ്ണം ഡി. ഈ കളക്ഷനിൽ ആരെടുത്താലും ഒരേ പോസിബിലിറ്റി സി കണ്ടെയ്ൻഡ് ഇൻ എന്നോ സി കണ്ടെയ്ൻഡ് ഇൻ ബി എന്നോ മാത്രം വരും എന്ന് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ക്ലെയിം ആകുന്നേ ഉള്ളൂ. ക്ലെയിമാണ്, പ്രൂഫ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ സെയിം പോസിബിലിറ്റി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെയിം പോസിബിലിറ്റി അല്ലെങ്കിൽ എന്നാ ഒരെണ്ണം അയക്കാത്ത ഒരെണ്ണം ബിക്കകത്തോ ആകുന്ന പോസിബിലിറ്റി എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ എക്സ് സി ആൻഡ് ഡി എലമെന്റ് ഓഫ് ദ കളക്ഷൻ സെറ്റ്സ് സച്ച് ദാറ്റ് സി കണ്ടെയ്ൻഡ് ഇൻ എ ആൻഡ് ഡി കണ്ടെയ്ൻഡ് ഇൻ ബി. ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ നമുക്ക് ഇനി കണ്ടീഷൻ വരാൻ പോകുന്ന ഹിയർ വി ഹാവ് എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷനാണ്. എയും ബിയും മ്യൂച്വലി സെപ്പറേറ്റഡ് ആണെങ്കിൽ മ്യൂച്വലി സെപ്പറേറ്റഡ് ഡയറക്ഷൻ എ ബാർ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, എ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു 5 എന്നുള്ളതാണ്. സി കണ്ടെയ്ൻഡ് ഇൻ എ ഇന്റർസെക്ഷൻ ഡി കണ്ടെയ്ൻഡ് ഇൻ ബി സി ഇന്റർസെക്ഷൻ ഡി 5 ആണ്. അപ്പോൾ സി ബാർ ഇന്റർസെക്ഷൻ ഡിയും സി ഇന്റർസെക്ഷൻ ഡി ബാറും 5 ആണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എ ബാർ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ ബി ബാറും 5 ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? സിയും ഡിയും മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. സി കണ്ടെയ്ൻഡ് ഇൻ എ ഡി കണ്ടെയ്ൻഡ് ഇൻ ബി ആണെങ്കിൽ സിൻസ് എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് ഇതിനകത്താണ് ഇത് വരാൻ പോകുന്നത്. ഈ കണ്ടീഷൻ വരാൻ പോകുന്നത്. ഈ കണ്ടീഷൻ എഴുതുമ്പോൾ ഉള്ള സെറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് പോകും. സിയും ഡിയും മ്യൂച്വലി സെപ്പറേറ്റഡ് ആണ്. സിയും ഡി എവിടത്തെയാ? സി ഡി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി. വാട്ട് അബൌട്ട് ദ അസംഷൻ ഓൺ സ്ക്രിപ്റ്റ് സി? No two members of C are mutually separated. Here we get two mutually separated members of script C, and this is a contradiction. No two members are mutually separated എന്നാ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് സിയും ഡിയും സിയിലെ എലമെന്റ്സ് ആണ് മ്യൂച്വലി സെപ്പറേറ്റഡ് എന്ന് കിട്ടിപ്പോയി. No two members are mutually separated എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താ പ്രശ്നം? നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ തെറ്റിപ്പോയെ? സി കണ്ടെയ്ൻഡ് ഇൻ ഡി കണ്ടെയ്ൻഡ് ഇൻ ബി, അതാ തെറ്റിപ്പോയപ്പോൾ.
ഇപ്പോൾ എന്താണ് സെയിം പോസിബിലിറ്റി ഹോൾസ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ either C contained in A or C contained in B. ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ, ഒരെണ്ണമുള്ളൂ. C contained in A ആണെങ്കിൽ എല്ലാ C element of Cക്ക് പറയുന്നത് for all C element of script C, C contained in A ആണെങ്കിൽ M എന്താവും? അപ്പം എല്ലാ സ്ക്രിപ്റ്റ് C മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആണ് M. എമ്മിനെ നമ്മൾ A യൂണിയൻ B എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ C വയ്ക്കാത്ത അതിൻ്റെ അകത്ത് ആരും ഇല്ല. അപ്പോൾ എന്താ M എന്ന് പറയുന്നത് A ആണ്. M ഈക്വൽ ടു എല്ലാ C മെമ്പേഴ്സും Aക്കകത്ത, Bക്കകത്ത് ആരും ഇല്ല. M എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ M A ആയതിൻ്റെ അർത്ഥം ഒരു C മെമ്പേഴ്സും Bക്കകത്തില്ല. B ഈക്വൽ ടു 5 എന്നാണ് അതിനർത്ഥം. A and B are non-empty എന്നാണ് നമുക്കിവിടെ വേണ്ടത്. C contained in B ആണെങ്കിൽ ഇതുപോലെ എല്ലാ സ്ക്രിപ്റ്റ് C മെമ്പേഴ്സും ഫോർ ഓൾ C എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് C, ഇതിലേതിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ. ഒന്നുകിൽ M ഈക്വൽ ടു A, B ഈക്വൽ ടു 5 കിട്ടും. എല്ലാ മെമ്പേഴ്സും Bക്കകത്താണെങ്കിൽ A 5 ആകും, M എന്ന് പറയുന്നത് B ആകും, A 5 ആകും. അപ്പോൾ ഒന്നുകിൽ A 5 ആകും അല്ലെങ്കിൽ B 5 ആകും. A B നോൺ എംപ്റ്റി ആണ് കിട്ടുന്നത്. ഇത് പിന്നെയും കോൺട്രഡിക്ഷനായി. ഈ കോൺട്രഡിക്ഷൻ ഏതിനുള്ളതാണ്? M is not connected എന്ന് നമ്മൾ പറഞ്ഞതിനുള്ള കോൺട്രഡിക്ഷനാണ്. സോ M is connected എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് കോൺട്രഡിക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് റീഡ് ചെയ്യേണ്ടതുണ്ട്. കളക്ഷൻ ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് എ സ്പേസ് എക്സ് is denoted by script C. ഈ ഫാമിലിയിലുള്ളത് എക്സിന്റെ കണക്റ്റഡ് സബ്സെറ്റ്സിന്റെ കളക്ഷനാണ്. ഈ ഫാമിലിയുടെ പ്രത്യേകത നോ ടു മെമ്പേഴ്സ് ഓഫ് സി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. ഏത് രണ്ടുപേരെടുത്താലും മ്യൂച്വലി സെപ്പറേറ്റഡ് ആകത്തില്ല എന്നാണ്. നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം കളക്ഷന്റെ യൂണിയൻ എടുത്താലും കണക്റ്റഡ് ആണ്. ഇത്തരം കളക്ഷനിലെ മെമ്പേഴ്സിന്റെ എല്ലാം യൂണിയൻ, അത് യൂണിയനെ M എന്ന് പേര് വിളിക്കുന്നു. അത് കണക്റ്റഡ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുക. കണക്റ്റഡ്നെസ്സിന്റെ പല ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പം മ്യൂച്വലി സെപ്പറേറ്റഡ് സെറ്റ്സിന്റെ ടേംസിലുള്ള ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കും. നോട്ട് കണക്റ്റഡ് എന്നുള്ളതിന് M ഈക്വൽ ടു A യൂണിയൻ B, A നോട്ട് ഈക്വൽ ടു 5, B നോട്ട് ഈക്വൽ ടു 5, A ആൻഡ് B ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതാം. ഇനി C സ്ക്രിപ്റ്റ് C ആണെങ്കിൽ സ്ക്രിപ്റ്റ് Cയിലെ മെമ്പേഴ്സിന്റെ എല്ലാം യൂണിയൻ ആണ്. M നമ്മൾ ഡിനോട്ട് ചെയ്യാം. C എമ്മിൽ അകത്തായിരിക്കും. M A യൂണിയൻ B എന്ന് എഴുതിയിട്ടുണ്ട്. C കണ്ടെയ്ൻഡ് ഇൻ A യൂണിയൻ B. കഴിഞ്ഞ തിയറി ഉപയോഗിച്ചാൽ C കണക്റ്റഡും ആണ്. C കണ്ടെയ്ൻഡ് ഇൻ A ഓർ C കണ്ടെയ്ൻഡ് ഇൻ B എന്നൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ് ഒരു C എലമെന്റ് ഓഫ് C എടുത്താൽ. വേറെ സ്ക്രിപ്റ്റ് Cയിലെ ഒരു എലമെന്റ് എടുത്താൽ രണ്ട് പോസിബിലിറ്റി ഇല്ല. സെയിം പോസിബിലിറ്റി ഹോൾഡ് ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് C. ഒന്നെങ്കിൽ എല്ലാ C മെമ്പേഴ്സും Aക്കകത്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാ C മെമ്പേഴ്സും Bക്കകത്തായിരിക്കും എന്നൊരു ക്ലെയിം നമ്മൾ ഈ അവസ്ഥയിൽ നമുക്ക് സാധിക്കും എന്ന് പറയാൻ പോവാണ്. രണ്ടുപേരെ എടുത്തു, ഒരാൾ Aയിലും ഒരാൾ Bയിലുമാണ് സെയിം പോസിബിലിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാനാണ്. അങ്ങനെ അല്ലാതെ സംഭവിക്കുന്നു എങ്കിൽ എന്ത് ആയിരിക്കും കൺക്ലൂഷൻ? C കണ്ടെയ്ൻഡ് ഇൻ Aയും B കണ്ടെയ്ൻഡ് ഇൻ Bയും ആണെങ്കിൽ A ആൻഡ് B ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. മ്യൂച്വലി സെപ്പറേറ്റഡ് അതുകൊണ്ട് C ആൻഡ് D ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്ന് കിട്ടും. No two members of script C are mutually separated. Here C and D are mutually separated. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അത് ഈ അസംപ്ഷൻ ഉള്ള കോൺട്രഡിക്ഷൻ ആണ്. C contained in A, D contained in B ആകാൻ പറ്റത്തില്ല. സെയിം പോസിബിലിറ്റി ഹോൾഡ് ഫോർ ഓൾ മെമ്പേഴ്സ്. അതങ്ങ് പുറകോട്ട് പോയി കഴിയുമ്പം ഒന്നുകിൽ C contained in A for all C element of C. അപ്പോൾ Bയിൽ ആരും ഇല്ല, B 5 ആണ്. M എന്ന് പറയുന്നത് A യൂണിയൻ B എന്ന് എഴുതിയതായിരുന്നു, അത് M A തന്നെയായി പോകും എന്ന് പറയേണ്ടി വരും. ഇനി എല്ലാവരും Bക്കകത്താണെങ്കിൽ എല്ലാവരും Bക്കകത്താ, Aക്കകത്ത് ആരും ഇല്ല, A empty ആണ്, M A യൂണിയൻ B ആണ്, Bക്കകത്ത് ആണ് എല്ലാവരും. അപ്പോൾ M ഈക്വൽ ടു B എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചത് B 5 ആയി, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ Aയും 5 ആയി. ഒരു സ്ഥലത്ത് B 5 ആവും, ഒരു സ്ഥലത്ത് A 5 ആയി. Aയും B നോൺ എംപ്റ്റി ആണെന്നാണ് നമ്മുടെ കണക്റ്റഡ്നെസ്സിന്റെ നോട്ട് കണക്റ്റഡ് അത് അപ്ലൈ ചെയ്യും. Aയും B നോൺ എംപ്റ്റി സെറ്റ്സ് വെച്ചാണ് നമുക്ക് ഈ യൂണിയൻ എഴുതേണ്ടത്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് M നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് M യൂണിയൻ C എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് C എന്ന് പറയുന്ന സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ന് ഡിനോട്ട് ചെയ്ത സെറ്റ് കണക്റ്റഡ് ആണ് എന്ന കൺക്ലൂഷനിൽ എത്താം. അപ്പോൾ രണ്ട് കോൺട്രഡിക്ഷൻ ഉണ്ട്, കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.